ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും തലസ്ഥാന നഗരമായ ലക്നൌവിലെത്തുമ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണ്. നേതാക്കന്മാരുടെ പാർട്ടി മാറ്റവും വാക്പോരുമൊക്കെയായി പ്രചാരണരംഗം കൂടുതൽ ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. മന്ദിരവും മസ്ജിദും ബ്രാഹ്മണനും യാദവനും പശുവുമെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ് ഉത്തർപ്രദേശ്. അങ്കത്തട്ടിൽ പോര് മുറുകുകയാണ്. UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40% സീറ്റ് നീക്കിവെച്ചത് വനിതകൾക്കാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതേ പാത പിന്തുടർന്ന് സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വോട്ടെടുപ്പിൽ സ്ത്രീ പങ്കാളിത്തം കൂടി വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യമുയരുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഉന്നാവുകളും ഹാത്രാസും ആശങ്കയാകുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ക്രൂരതയുടെ പുതിയ അധ്യായങ്ങൾ ചേർക്കപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യോഗി സർക്കാരിൻ്റെ കാലത്ത് മനസ്സാക്ഷിയെ ഞെട്ടിച്ചു ഹാത്രാസ്. അറുത്തെടുക്കാൻ ശ്രമിച്ച നാവുകൊണ്ട് തന്നെ തനിക്കെതിരായ നീതി നിഷേധത്തിനെതിരെ പൊരുതിയ ഇരയുടെ നാട്. ജാതിയാണ് അവളുടെ ദുർവിധിക്ക് വഴിവെച്ച ഒരേയൊരു കാരണം. സർവാണി സദ്യയുടെയും തൊട്ടുകൂടായ്മയുടെയും മൂർത്തരൂപങ്ങൾ 21ാം നൂറ്റാണ്ടിലും പതിവ് കാഴ്ചയാണിവിടെ. Now we have seen how the BJP government and Yogi went all out to protect the rapist because he was his party man, and in Hathras we saw the same thing, that he went all out to support the rapists because they belonged to his community, and even after that girl died, her body was snatched away from her family and burnt, and even today that family is very insecure. The case is still in the lowest court. It is not proceeding fast, and they have not received what promises were made, neither a job nor the compensation. So this also has created among women and Dalits big anger, and women are totally insecure. Every day young girls are being abducted, they are being raped and they are being killed. Not one day that this is not happening. മുമ്പ് 2 തവണ ഹാത്രാസിലെ പെൺകുട്ടി പീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ടു. 3ാം തവണ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുമ്പോൾ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ബന്ധുക്കളെ കാണിക്കാതെ ദഹിപ്പിച്ചതിലൂടെ മൃതദേഹത്തോടുള്ള ഭരണകൂട അനാദരവും ചർച്ചയായി. धमकियाँ वगैरह उसी समय मिली थी, मैसेज द्वारा, फ़ोन के द्वारा मिली थी. 10 दिन पहले भी एक आरोपी का जो भाई है, आरोपी अभी जो जेल में है, उसका भाई का भी कॉल आया था, लेकिन वो हमने उठाना उचित नहीं समझा, क्योंकि किस कारण वो किस साजिश रचना चाहता, तो इसी कारण हमने वो उठाया नहीं फ़ोन उसको. പുറത്തിറങ്ങിയാൽ ബ്രാഹ്മണ താക്കൂർമാരുടെ പകയോടുള്ള നോട്ടം. ഇവിടം വിടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സർക്കാർ സഹായം നൽകുന്നില്ല. ആശങ്കയും ആകുലതകളും ഇരയുടെ സഹോദരൻ ഈ വാക്കുകളിൽ ഒതുക്കി. सुरक्षा तो आगे तो दिक्कत रहेगी, क्योंकि अभी सुरक्षा है, केस डिसाइड होने के बाद तो सुरक्षा जैसे हटेगी तो उसके बाद थोड़ी दिक्कत रहेगी. പ്രതികളായ സന്ദീപ് താക്കൂർ, രാമു, ലവ്കുശ്, രവി എന്നിവർ ഹാത്രാസ് ജയിലിലാണ്. അതിവേഗ വിചാരണ ഉറപ്പു നൽകിയ കേസിൽ നിയമ നടപടിയെല്ലാം ഇഴയുകയാണ്. സ്ത്രീകൾ സുരക്ഷിതരാണെന്നാണ് BJPയുടെ അവകാശവാദം. എന്നാൽ ഉന്നാവിലെ ഇരയും അവരുടെ കുടുംബാംഗങ്ങളും ഇപ്പോഴും ഒളിവ് ജീവിതത്തിലാണ്. ഇരയുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കോൺഗ്രസ് ശക്തമായ സന്ദേശം നൽകിക്കഴിഞ്ഞു. എന്നാൽ അപ്പോഴും അവരുടെ അതിജീവനം അതീവ ദുഷ്കരവുമാണ്. छोड़ी रही सरकार तो हम सारे लोग मिलके आप हत्या कर देंगे, जेल गेट के सामने तिहाड़. अगर छोड़ रही सरकार, मोटी बात, अगर उनका सरकार ढील रही है तो हम पूरे परिवार लेके अपने लड़का बच्चा सहित सारा परिवार मर जाए, तो जीने से क्या फायदा है. ഇനിയും തോരാത്ത കണ്ണുകളിൽ പോരാട്ടത്തിന്റെ കനലെരിയുന്നുണ്ട്. 5 മക്കളെയും ചേർത്തുപിടിച്ച് ഡൽഹിയിലെ അജ്ഞാതവാസം അവസാനിപ്പിച്ച് അവർ മടങ്ങിയെത്തി. മകൾ ബലാത്സംഗത്തിനിരയായ ഭർത്താവിനെ നഷ്ടമാക്കിയ 2 സഹോദരിമാരെ അപകടം കവർന്നെടുത്ത അതേ ഉന്നാവിലേക്ക്. പ്രിയങ്ക ഗാന്ധി നൽകിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആശാ സിംഗിന്റെ വരവ്.
सर जब हम जीतेंगे तो महिला के लिए दौड़ के जाएंगे, उनके दर्द देखेंगे कि इनके साथ क्या हो रहा, किसी की बहन बेटियों के साथ है मतलब रेप ना हुए। हम प्रियंका दीदी मिलके सारी जनता, सारी ന്യൂസ് ചാനൽ हम लोग मदद करेंगे। കുൽദീപ് സെൻഗറുടെ ബന്ധുക്കളുടെയും കൂട്ടാളികളുടെയും ഭീഷണികൾക്ക് നടുവിലും പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നുണ്ട് ഈ കുടുംബം. വേദന നിറഞ്ഞ ഭൂതകാലം വേട്ടയാടുമ്പോഴും സ്ത്രീകൾ സുരക്ഷിതരാകുന്ന ഭാവിയാണ് ഈ അമ്മയുടെ മനസ്സിൽ. दूसरी सरकार हो जाए तो सर मेरा जीवन बदल जाए। मेरे देवर के ऊपर झूठे मुकदमा लगवाए हैं सर। मेरे घर में 4 तिरही परी हैं। मेरी देवरानी मेरे पति की तरह ही परी है, मेरी देवरानी की तरह ही परी, देवरानी बहनी की तरह ही परी, मेरी माता राम की तरह ही परी सर। यह कहाँ का न्याय है? मतलब जब तक का हमका न्याय नहीं मिलेगा, जब तक का सर अपनी लड़ाई लड़ेंगे चाहे मेरी दम टूट जाए सर। मेरे बच्चे कैसे संग हमारे साथे काट ही रहे हैं। जिसका बाप न हुए उसके बच्चों से हाल पूछो क्या बीतता है सब। അമ്മയ്ക്ക് വേണ്ടി പേരും മുഖവുമില്ലാത്ത നിർഭയയും ഒപ്പമുണ്ട്. मेरी मां प्रत्याशी आशा सिंह कांग्रेस का समर्थन किया, जिसकी मेरी तरफ से और मेरे परिवार की तरफ से आप लोगों का ऋणी रहेगा। धन्यवाद। ഉന്നാവിൽ കോൺഗ്രസ് വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിൽ കേന്ദ്ര പോലീസിന്റെ സംരക്ഷണയിലാണ് ഇവരുടെ ജീവിതം. ലക്കിംപൂരിനേറ്റ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. കരിമ്പ് പാടങ്ങളിൽ BJPക്കെതിരെ രോഷം പുകയുന്നുണ്ട്. 4 കർഷകരെ പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചത് കർഷകരിൽ വൻ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലക്കിംപൂർ ഖേരിയിലെ കർഷകരെ സംബന്ധിച്ച് ഒക്ടോബറിലേത് ആദ്യത്തെ കറുത്ത ഞായറായിരുന്നു. രക്തപങ്കിലമായ ദിനം. അധികാര മത്തുപിടിച്ച മന്ത്രിപുത്രനും ഗുണ്ടകളും വാഹനമോടിച്ച് കയറ്റിയത് അന്നദാതാക്കളുടെ ഇടയിലേക്കായിരുന്നു. 3 കർഷകനും ഒരു മാധ്യമപ്രവർത്തകനും മറ്റ് 3 പേരും കൊല്ലപ്പെട്ടു. ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ഉൾപ്പെടെ 14 പേർക്കെതിരെ പോലീസ് കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മന്ത്രിപുത്രൻ ജയിലിലായെങ്കിലും നീതി പൂർണ്ണമായില്ലെന്നാണ് കർഷക വിശ്വാസം. हम लोग कभी भाजपा का साथ नहीं देंगे, क्योंकि जो भी किसानों के साथ अच्छा नहीं करेगा उसका कभी भी किसान अच्छा नहीं करेगा। जो पार्टी किसान की बात करेगी किसान उसकी बात करेगा। खुलकर तो शायद कोई ना बता पाए, लेकिन ये है कि ये संभव है कि भाजपा को वोट किसान नहीं देगा। अब की बार यहाँ से सिर्फ अखिलेश यादव, मुलायम सिंह की सरकार साइकिल की आएगी, और यही कारण है कि बहुत बड़ा आक्रोश है यहाँ पे किसानों का ये तिगुनिया कांड को लेकर। വാഹനം ഇടിച്ചു കയറി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി അകലെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സർക്കാർ ഇവരെ മറന്നു. सरकार ने उस टाइम पर जो कंपनसेशन राशि देने की बात की थी 45 लाख रुपए, वो तो तुरंत प्रोवाइड करा दिया था। उसके बाद सरकार के सारे वादे झूठे निकल रहे हैं। नौकरी का इन्होंने वादा किया था, उसमें भी अभी तक कोई कार्रवाई नहीं। अब सरकार चुनाव आ गए हैं, अब सरकार बदलने वाली है, इनकी हो सकता सरकार बदल जाए, तो ये वादा इनका झूठा निकला है। നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തൽക്കാലം കേന്ദ്രമന്ത്രി അജയ് കുമാർ മിശ്രയ്ക്കെതിരെ സമരങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് ലക്കിംപൂർ ഖേരിയിലെ കർഷകർ. ലക്കിംപൂർ ഖേരി സംഭവം BJP ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അജയ് കുമാർ മിശ്രയ്ക്കൊപ്പമുള്ള ബ്രാഹ്മണ സമൂഹം ഒന്നടങ്കം കടുത്ത അതൃപ്തിയിലാണ്. പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന BJP ജാതി ധ്രുവീകരണത്തിലൂടെ സ്ഥിതി അനുകൂലമാക്കാനാണ് ശ്രമിക്കുന്നത്. അജയ് കുമാർ ടെനി, ലക്കിംപൂരിലെ കിരീടം വെക്കാത്ത ബ്രാഹ്മണ നേതാവ്. അധികാരം കൊണ്ടും ഭയം കൊണ്ടും ആളുകളെ അനുസരിപ്പിക്കുന്ന നേതാവ്. ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും എന്തുകൊണ്ട് മന്ത്രിപദത്തിൽ നിന്നും പുറത്താക്കുന്നില്ലെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണുള്ളത്: അജയ് കുമാറിൻ്റെ ജാതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10% ബ്രാഹ്മണരെ ലക്ഷ്യമിട്ടുള്ള തുറപ്പ് ചീട്ട്. അതായിരുന്നു ടെനി. यहाँ का पूरा समाज समझता है इस बात को कि बीजेपी जो है वास्तव में जनहित के कार्य करने वाली है, और इसीलिए
इसके ऊपर कोई मेरी समझ में गलत प्रभाव नहीं पड़ने वाला है। यहाँ का ये जो तिकोनिया का कांड हुआ, इसके बारे में आप अगर चाहें तो जाके इंक्वायरी कर सकते हैं। करीब 80-90% लोग जो हैं वो देख भी चुके हैं, सुन भी चुके हैं, समझ भी चुके हैं। होता कुछ और है, बताया कुछ और जाता है। बाहर के लोग सुन करके वो समझ रहे होंगे कि शायद जो है यहाँ पर टेनी भैया की कोई गलती होगी। मेरी समझ में उनकी तरफ से कोई गलती नहीं हुई। जांच में जो लोग दोषी थे, चाहे वो भारतीय जनता पार्टी के हों और चाहे वो अराजक किसान हों, वो भी जेल गए हैं और वो भी जेल गए हैं। रही बात माननीय गृह राज्य मंत्री जी की, गृह राज्य मंत्री अगर दोषी होंगे तो उन पर कार्रवाई होगी। अगर वो दोषी नहीं है तो बेकार का खाली मूल्य का फजूल का वो चाहते हैं कि वो इस्तीफा दें। യോഗി സർക്കാരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ക്യാബിനറ്റ് പദവിയുള്ള 5 പേർ ബ്രാഹ്മണരാണ്. 3 വീതം സഹമന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ളവരും ബ്രാഹ്മണർ തന്നെ. ജാതി മേൽക്കോയ്മ വോട്ടാകുമെന്ന് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. अब की बार उत्तर प्रदेश में भारतीय जनता पार्टी 300 प्लस सीटें जीतकर भारतीय जनता पार्टी की सरकार पुनः आदरणीय योगी आदित्यनाथ जी के नेतृत्व में सरकार बनने जा रही है। पूरी ईमानदारी से हमारी सरकार ने गरीबों के लिए काम किया है और हम सब विकास के मुद्दे को लेकर के हर वर्ग के, हर संप्रदाय के इस सरकार में किसी का कोई जात भेद नहीं देखा गया है। छोटा बड़ा किसी का कोई प्रकार से अपमानित नहीं हुआ है। हर व्यक्ति अपने को उत्तर प्रदेश में सुरक्षित महसूस करता है। आज उत्तर प्रदेश के अंदर बड़ी बड़ी फैक्ट्रियां अपना रोजगार धंधा करने के लिए बाहर से आई हुई हैं, क्योंकि उनको सुरक्षा का माहौल उत्तर प्रदेश में लगता है। ലഖിംപൂർ BJP ശക്തി കേന്ദ്രമാണ്. ജില്ലയിലെ 7 സീറ്റിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായിരുന്നു വിജയം. ഉത്തർപ്രദേശിൽ മനുഷ്യൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് പശുവിൻ്റെ ജീവന്. എല്ലാവരും ഗോമാതാവായിട്ടാണ് പശുവിനെ കാണുന്നത്. എന്നാൽ കർഷകർക്കും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും വളരെയധികം ശല്യമുണ്ടാക്കുന്നവരാണ് ആവാര പശുക്കൾ അഥവാ അലഞ്ഞു തിരിയുന്ന പശുക്കൾ. രാഷ്ട്രീയക്കാർക്ക് പോലും തലവേദന ആയതോടുകൂടി തന്നെ പ്രകടന പത്രികയിൽ ആവാര പശുക്കളെ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതികളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. UPയുടെ റോഡുകളിൽ, വയലേലകളിൽ എല്ലാം പതിവ് കാഴ്ചയാണ് അലഞ്ഞു തിരിയുന്ന പശു. കറവ പറ്റിയാൽ ഉപേക്ഷിക്കപ്പെടുന്നവ, ഉടമസ്ഥനില്ലാതെ പരക്കം പായുന്നവ എല്ലാവർക്കും ഒരുപോലെ ശല്യമാണ്. കാർഷിക വിളകൾ കൂട്ടത്തോടെ തിന്ന് നശിപ്പിക്കും. അതിവേഗ പാതകളിൽ അപകടക്കെണിയൊരുക്കും. रोड पे घूम रहे हैं जानवर, इससे एक्सीडेंट और थोड़ा किसान के लिए भी दिक्कत है थोड़ा, बस ये प्रॉब्लम है। तो इसको मतलब वही बना के इसको जो बनाया जाता है गौशाला, उसको बना के उसको एकत्रित एक साथ इकट्ठा करना, सारी गांव को उसमें रखने का तो दिक्कत नहीं होगी. കറവ പറ്റിയാൽ ഇവയെ അറക്കാൻ കൊടുക്കുമായിരുന്നു. എന്നാൽ യോഗി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ പശുക്കളെ ഇറക്കുന്നത് നിയമം മൂലം നിരോധിച്ചു. ഇതോടെ രാഷ്ട്രീയക്കാർക്കും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കൾ തലവേദനയായി. കർഷക വോട്ടുകൾ ലക്ഷ്യമിട്ട് ഇവയുടെ സംരക്ഷണവും പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായി മാറി. प्रदेश में एक बड़ी समस्या है किसानों के लिए आवारा पशु. भारतीय जनता पार्टी ने कोशिश नहीं किया कि आवारा पशु से हम किसानों को निजात दिलावें. तो हम लोगों की कोशिश है कि सरकार बनाकर आवारा पशु से प्रदेश के किसानों को निजात दिलाई जाए. जो सड़क पे दुर्घटनाएं हो रही हैं आवारा पशु से, उससे प्रदेशवासियों को निजात दिलाई जाए. ജില്ലകൾ തോറും ഗോശാലകൾ നിർമ്മിച്ച പശു സംരക്ഷണം ഉറപ്പുവരുത്താൻ BJP ശ്രമിക്കുന്നുണ്ടെങ്കിലും അലഞ്ഞു തിരിയുന്നവരുടെ എണ്ണം കൂടുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. UPയുടെ ഓരോ മേഖലയിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ഇനി അല്പം രാഷ്ട്രീയം പറയാമെന്ന് കരുതുന്നു. BJP വഴിമാറി നടക്കുന്നുണ്ട്. ഹിന്ദുത്വം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അല്പം വികസനം കൂടി ചേർത്താണ് ഇത്തവണ BJPയുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിവ് പോലെ എടുത്തു പ്രയോഗിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മധ്യ UPയിൽ ഇപ്പോൾ കാര്യമായ ഡിമാൻഡില്ല.
അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങി. കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇനി മധുരയെന്ന് സംഘപരിവാർ പറയുമ്പോഴും അത് വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ BJP നേതാക്കൾ തയ്യാറാകുന്നില്ല. നഗരമേഖലകളിൽ വികസനം മാത്രമാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചാ വിഷയം. 75 जिलों में कई बार योगी आदित्यनाथ का दौरा हुआ. विकास की योजनाएं सब जगह बराबर चली. पहले बिजली कुछ जिलों में आती थी जो VIP होते थे, अब बिजली समान रूप से सभी जिलों में आती है. किसानों के विकास का काम किया हमने, आते ही लोन माफ किया, गन्ना किसान का जो बड़ी समस्या थी उसको दूर किया. और एक बहुत बड़ा यहाँ एलिमेंट था अपराध का, जिसकी वजह से इन्वेस्टमेंट नहीं आता था. अपराधियों के ऊपर बुलडोजर चला और इन्वेस्टमेंट को हमने आकर्षित किया. और उत्तर प्रदेश जब हम आए थे तब GDP में देश में उसका स्थान बहुत नीचे था. अब दूसरे नंबर पर उत्तर प्रदेश है. और मुझे लगता है कि अगर जनता का आशीर्वाद योगी आदित्यनाथ को फिर मिलेगा, जैसी की संभावना पूरी है, तो उस हिसाब से उत्तर प्रदेश अगले 5 साल में GDP में देश में नंबर 1 होगा. നഗരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വികസനമെന്നത് പേരിന് മാത്രമാണ്. UPയുടെ വികസനമേനി എത്ര പരിതാപകരമെന്ന് ഗ്രാമങ്ങൾ വ്യക്തമാക്കും. പകൽ പ്രകാശിക്കാത്ത ബൾബുകളും ഡോക്ടർമാരില്ലാത്ത ആശുപത്രികളും നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന റോഡുകളും UPയുടെ മറ്റൊരു മുഖം കാണിച്ചു തരും. किसानों के लिए क्या, किसी भी वर्ग के लिए इन्होंने कहीं पर भी कुछ नहीं किया. आप देख सकते हैं, आप लोग निकलते होंगे रोड से, कहीं पर रोड नहीं बना है अभी तक. जो 5 साल से हम लोग देख रहे हैं जिस रोड से निकल रहे हैं वो वैसे का वैसा है. आप गांव में चले जाइए, आप शहर में चले जाइए, कहीं भी चले जाइए तो वैसे का वैसा ही है. जो पहले सरकारों ने किया है उसके बाद में योगी जी ने अभी तक रोड का क्या किसी भी वर्ग का काम नहीं किया. सिर्फ किसानों को परेशान किया और कुछ नहीं. बहुत परेशान हो हम तो, इतने परेशान हैं. पानी बाढ़ आती, कोई देखने नहीं आता, कोई सुविधा नहीं मिलती, कुछ सब बर्बाद हो गया. पशु वो मर रहे हैं गौरे के लिए, पट्टे के लिए, चारे के लिए. और अत्य पानी में खड़े रहे, सब कोई देखने नहीं आया. तो किसी की सुविधा नहीं आ रही. यहाँ बच्चे स्कूल नहीं बन रहा, बच्चे वैसे घूम रहे हैं. अब क्या पानी निकल के कहीं जाएं, क्या करें, क्या कुछ करें. और कोई अस्पताल भी नहीं है, कुछ नहीं कर रहा उसने, कुछ नहीं. हम तो दिक्कत ही देख रहे हैं जहाँ मोदी की सरकार आई है. तो इतना महंगा सिलेंडर कर दिया है, सिलेंडर पे खाना भी नहीं बन रहा हमारा. तो चूल्हे पे खाना बनाते हैं, जंगल में जाते हैं तो जंगलाती पकड़ लेते हैं. तो क्या किया जाए. वो सिलेंडर है 1000 रुपए का सिलेंडर कर दिया. वो खाना बना ले आए के सिलेंडर भरवाए हैं. अपना राशन भी नहीं पूरा, और इतनी तो महंगाई चल रही है ऊपर से हैं. तो क्या क्या कहिए जाए. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ UPയിൽ അത് ആർക്കു വേണ്ടി എന്നതും വലിയ ചോദ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ പാർട്ടി മാറുന്നവർ നിരവധിയാണ്. സീറ്റ് കിട്ടാത്തവരും ഭാഗ്യാന്വേഷികളും ഇത്തരത്തിൽ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കും. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് ചാകരയാണ്. ഇനി ആളെ എടുക്കില്ലെന്ന് സമാജ്വാദി പാർട്ടിക്ക് ബോർഡ് വെക്കേണ്ട സ്ഥിതിയാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണല്ലോ തെരഞ്ഞെടുപ്പ്. ഇതിനിടയിലെ കുടമാറ്റം പോലെയാണ് നേതാക്കളുടെ കൂടുമാറ്റം. UPയിൽ ഇത്തവണ 36 MLAമാരാണ് ഇതുവരെ കൂടുമാറിയത്. BJPയിൽ നിന്നുൾപ്പെടെ 24 പേർ സമാജ്വാദി പാർട്ടിയിലെത്തി. കിഴക്കൻ UPയിലെ പ്രധാന ദളിത് മുഖവും മുൻ മന്ത്രിയുമായ സ്വാമി പ്രസാദ് മൗര്യ SP-യിൽ പോയത് BJPക്ക് വലിയ തിരിച്ചടിയായി. हमारा विरोध किसी नेता विशेष से नहीं है, भारतीय जनता पार्टी की गलत नीतियों से है, जो दलित विरोधी है, पिछड़ा विरोधी है, किसान विरोधी है, बेरोजगार नौजवान विरोधी है, छोटे व्यापारी विरोधी है. ऐसी परिस्थितियों में मैंने भारतीय जनता पार्टी के चेहरे को उत्तर प्रदेश की जनता के बीच में उजागर किया है. और साथ ही साथ उत्तर प्रदेश को शोषण से मुक्त कराना है तो भारतीय जनता पार्टी सरकार को बाहर का रास्ता दिखाना है. ഇതിനോടകം BJPയിൽ 8 MLAമാർ മറ്റു പാർട്ടികളിൽ നിന്നുമെത്തി. ജിതിൻ പ്രസാദയ്ക്ക് പിന്നാലെ RPN സിംഗിനെ സ്വന്തം പാളയത്തിലെത്തിച്ച BJP കോൺഗ്രസിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചു. സമാജ്വാദി പാർട്ടിയോട് BJP പ്രതികാരം ചെയ്തത് മുലായം കുടുംബത്തിൽ നിന്നും ആളെ അടർത്തിയെടുത്തായിരുന്നു. മുലായത്തിൻ്റെ ഇളയ മകൻ പ്രദീപ് യാദവിൻ്റെ ഭാര്യ അപർണ യാദവിനെ BJP റാഞ്ചി.
I think BJP is a very nationalistic party, and I support whatever the Bharatiya Janata Party says. I'm telling again and again, whatever the senior party members will tell me, I am with the vision of Honorable Prime Minister Shri Narendra Modi ji and my state's very enterprising and Honorable Chief Minister Shri Yogi Adityanath ji. സ്ഥാനാർത്ഥിയാകാനുള്ള മോഹം കൊണ്ട് പാർട്ടി വിട്ട ചിലർ ഇതിനിടെ വഴിയാധാരമായി. നേതാക്കൾ മറുകണ്ഠം ചാടുന്നത് ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പാർട്ടി നേതാക്കളുമുണ്ട്. भाजपा ने अपनी विश्वास को खो दिया है, कांग्रेस सरकार बनने जा रही है. आप जरा कार्यकर्ताओं से मिलकर पूछिए, कार्यकर्ताओं की क्या बयान है, क्या स्थिति है, क्या कहना चाहते हैं. स्थिति स्पष्ट हो जाएगी कि जितिन प्रसाद कितने बड़े नेता थे, आरपीएन सिंह कितने बड़े नेता. जाइए तो कांग्रेस सरकार बनाएगी पूर्ण बहुमत की. തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരം കൂടുമാറ്റങ്ങൾ യുപിയിൽ തുടരാനാണ് സാധ്യത. 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ഫെബ്രുവരി 10-നാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 58 നിയമസഭാ മണ്ഡലങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതോടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാവരും തന്നെ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന നിയമസഭാ മന്ദിരമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. യോഗിയുടെ രഥമായിരിക്കുമോ അഖിലേഷ് യാദവിൻ്റെ സൈക്കിളായിരിക്കുമോ ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തുക? ആകാംക്ഷയിലാണ് രാജ്യം. എന്തായാലും സമ്മതിദായകർ ഇപ്പോഴും ഇരുവർക്കും 50-50 ചാൻസാണ് നൽകുന്നത്.